സന്യാസി ശ്രേഷ്ഠർ നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് ഒക്ടോബർ 7-ന് കാസർഗോഡ് തുടക്കമാകും. യാത്രയുടെ ഭാഗമായി മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗൃഹസമ്പർക്ക പരിപാടി നടന്നു. ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധർമ്മ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 9-ന് യാത്ര കോഴിക്കോട് എത്തിച്ചേരും. യാത്രയുടെ ഭാഗമായ ഗൃഹസമ്പർക്ക പരിപാടി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പുതിയാപ്പയിൽ നടന്നു. തുടർന്ന് സ്വാമിയുടെ സത്സംഗവും ഉണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം ചിട്ടകളെല്ലാം ചെറുപ്പകാലത്തിൽ പഠിപ്പിക്കണം. അതിന് ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതിനാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ രാമായണത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. ഇതൊക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് പോയാൽ അവരുടെ മനസ്സിൽ ചെറുപ്പകാലം മുതൽ കിടക്കുന്നത്. മൂല്യച്യുതി സംഭവിക്കുന്ന സമൂഹമാണ് ഇപ്പോഴുള്ളതെന്നും അതിന് പരിഹാരം കാണാൻ സന്യാസിമാർ ഉൾപ്പെടെ സമൂഹത്തിലിറങ്ങി ബോധവൽക്കരണം നടത്തുക എന്നതാണ് സന്ദേശയാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. ഹിന്ദു സമാജങ്ങളിൽ അനുഭവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ സന്യാസിമാരടക്കം സമൂഹത്തിൽ ഇറങ്ങി ഒരു ബോധവൽക്കരണം നടത്തുകയാണ് ഈ ഒരു പരിപാടിയുടെ മുഖ്യമായ ഉദ്ദേശം. വിശ്വ ഹിന്ദു പരിഷത്ത് കോഴിക്കോട് മഹാനഗർ ജില്ലാ അധ്യക്ഷൻ NK സജിത്ത്, സെക്രട്ടറി ജയരാജ് മലയിൽ എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ് കോഴിക്കോട്.